ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ഇതില് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അതാണ് നമ്മൾ ചോദിച്ചത്. ഗാസ സിറ്റുവേറ്റഡ് ഇൻ എന്തിനെ സംബന്ധിക്കുന്ന? ഓക്കെ, അതൊരു വലിയ ഇഷ്യൂ ആണെങ്കിൽ പോലും ഗാസ എന്ന് പറയുന്നത് ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് അപർണ? ഓക്കെ, അപർണയോട് തന്നെ ചോദിക്കാം. ഗാസ സിറ്റുവേറ്റഡ് ഇൻ എവിടെയാണ്? പലസ്തീൻ. ഓക്കെ, പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ പലസ്തീൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് കുറെ പലസ്തീൻ ആൻഡ് ഇസ്രായേൽ ഇഷ്യൂസ് ആണ് ഇതിൽ ഉള്ള വലിയൊരു ഇഷ്യൂ. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റുകളിലാണ് ഇവിടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും വരുന്നത്. സോ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓർഡേർഡ് ഇസ്രായേൽ ടു ഹോൾട്ട് ഇൻ ഒഫെൻസീവ് ഇൻ ദ സദേൺ ഗാസ ഓഫ് റഫ and withdraw from the enclave in case brought by South Africa accusing Israel of genocide, citing immense risk to the Palestinian population എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ കാരണം അതാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി നമ്മൾ ഇപ്പോ ഒരു ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ടുകൾ വന്നാൽ കേസ് കൊടുക്കാൻ പറ്റുന്ന, അത് ഒരിക്കലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ കൊടുക്കുന്ന കേസല്ല. ഇറ്റ്സ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് കൺട്രീസ്. ഓക്കെ, ഓരോ രാജ്യങ്ങൾക്കിടയിലുള്ള കേസാണ്. അപ്പോൾ അത് ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ്, ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റുകൾ, അങ്ങനെ പലതും വരും. അപ്പൊ ഇതില് പൊതുവെയുള്ള സംഭവം എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ രാജ്യങ്ങൾക്കെതിരെ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂ ഇസ്രായേൽ നടത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനസൈഡ് ആണ് എന്നുള്ളതാണ് സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പോൾ സൗത്ത് ആഫ്രിക്ക പറയുന്നത് ഇസ്രായേൽ ഈസ് ഡൂയിങ് എന്ന് പറയുന്ന സിറ്റിയിൽ നടത്തുന്ന ജനസൈഡ് ആണ്. അപ്പൊ അതിനെതിരെ പ്രമേയം, അതായത് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ്. അപ്പൊ അത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ മൂവ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെതിരെ മൂവ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, സോ ഇവിടെ അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതിന്റെ ഹെഡ് ഓഫീസ്? ഓക്കെ, എബ്രഹാം ഒഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ എബ്രഹാം? കേൾക്കുന്നുണ്ട് സർ. യെസ്. സോ ICJ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏത് രാജ്യത്താണ്? ഏതാണ് അതിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, ഹെഡ് ഓഫീസ്? എനി ഐഡിയ? ഓക്കെ, എനിവൺ ക്യാൻ ആൻസർ? ഓക്കെ, എവിടെയാണ് അത് ഉള്ളതെന്ന് ഇനി മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇല്ല. ഓക്കെ, സന്ധ്യ. ഓക്കെ, കേൾക്കുന്നില്ലേ സന്ധ്യ? കേൾക്കുന്നുണ്ട് സാർ. അറിയില്ല ഇത് എവിടെയാണ്. ഓക്കെ, യെസ്. അപ്പോ ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, ഇത് പറഞ്ഞത് കാരണം ഒരു എന്താണ്, ഒരു ഹോംവർക്ക് പോലെ അല്ലെങ്കിൽ അസൈൻമെന്റ് പോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങളത് ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നതിന്റെ യുണൈറ്റഡ് നേഷൻസ് കൗൺസിൽ ഉണ്ട്. ഇതുപോലെ യുണൈറ്റഡ് നേഷൻസിന് എത്ര വിങ്ങുകളുണ്ട് അല്ലെങ്കിൽ എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. അതായത് സെക്യൂരിറ്റി കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ കുറെ ഡിവിഷനുകളുണ്ട്, നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് നോക്കി വെക്കുക. കാരണം അത് UN എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. UN വളരെയധികം ചർച്ചയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിന്റെ ഒരു ചെറിയ വിങ് ആണത്. സോ UN എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നതാണ്. അത് എന്താണ് 1945 ഒക്ടോബർ 24 ഫോം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച്, അതിന്റെ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചൊക്കെ ചർച്ചകളുണ്ട്. ഓക്കെ, UN പറഞ്ഞിട്ടും ഇപ്പോ എന്തുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയുന്ന യുദ്ധങ്ങളാണ്. ഇപ്പൊ റഷ്യ ആൻഡ് ഉക്രൈൻ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഫെയിലിയർ ആണ്. യുണൈറ്റഡ് നേഷൻസ് സ്റ്റിൽ യുണൈറ്റഡ് നേഷൻസ് ആർ അല്ലെങ്കിൽ അതിന്റെ ഒരു കൺട്രോളിനൊക്കെ അപ്പുറത്ത് യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത് നെതർലാൻഡ്സിലാണ്. അത് ഹേഗ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഹേഗ്, HAGUE. ഓക്കെ, ഹേഗ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ഓക്കെ, സോ ഇവിടെ അപ്പൊ ഈ ഇവിടത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അറിഞ്ഞിരിക്കുക, ഇവിടെ എന്തുകൊണ്ട് ICJ ന്യൂസിൽ വന്നു എന്ന് ചോദിച്ചാൽ അതാണ് കാരണം. ആൻഡ് ഇവിടെ അബൌട്ട് ദ ICJ പറഞ്ഞിരിക്കുകയാണ്, കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ആഫ്റ്റർ വേൾഡ് വാർ II ലീഗ് ഓഫ് നേഷൻസ്
ആൻഡ് PCJJ റീപ്ലേസ് UN nations ആൻഡ് ICJ റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നു. അതായത് അതിനു മുൻപ് സെക്കൻഡ് വേൾഡ് വാറിന് മുൻപ് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കലി ഹിസ്റ്ററി കോൺസെപ്റ്റിൽ പഠിക്കുമ്പോൾ അറിയാം. ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 ആയിരുന്നു. ഓക്കെ, 1914 to 1918. സോ ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് അല്ലെങ്കിൽ അതിന്റെ യുദ്ധം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി we started the international organization was started. It was known as League of Nations. So League of Nations എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിന് വലിയ കാര്യം ഉണ്ടായില്ല. ലീഗ് ഓഫ് നേഷൻസ് ഒരു വളരെ എന്തായിരുന്നു, ഒരു രീതിയിലും ഉപകാരപ്പെടാതെ നിന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത് 1939 സ്റ്റാർട്ട് ചെയ്യുന്നത്, 1945 വരെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്കറിയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒക്കെ ഉൾപ്പെടുന്ന യുണൈറ്റഡ് നേഷൻസ് വന്നു. സോ അതാണ് അതിൻ്റെ ഒരു ബേസിക്കലി നമുക്ക് അറിയുന്ന കഥ. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 2 ഭാഷകളാണ്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. സോ ഇത് രണ്ടുമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ. അപ്പോൾ നോർമലി ഇപ്പൊ ഇംഗ്ലീഷ് എല്ലാ ഓർഗനൈസേഷനുകളുടെയും മിക്കവാറും എന്ത് തന്നെയായിരിക്കും, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ ഇതില് പറഞ്ഞിരിക്കുന്നതാണ് ജഡ്ജസ് ഓഫ് ദ കോർട്ട്. അപ്പോൾ അതില് 15 judges. There are 15 judges are a 9-year term. Okay, 9 കാലഘട്ടം അല്ല, 9 വർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ICJയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 4 Indians are members of ICJ so far. ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരി, ഫോർമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് സർവിങ്. അപ്പൊ ഇന്ത്യ ഇൻ ICJ എന്നുള്ള കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ICJയിലെ ഏതൊക്കെ തവണ വന്നിട്ടുണ്ട്, എത്രയൊക്കെ തവണ, അല്ലെങ്കിൽ ഇന്ത്യൻസ് അതിൽ വന്നിട്ടുള്ള ജഡ്ജിമാരൊക്കെയാണ്, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അതില് ഇന്ത്യ കുറെ കേസുകളിൽ ICJയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നു 6 occasions 4 of which have involved പാകിസ്ഥാൻ. സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ പറഞ്ഞ ICJയിൽ കേസിൽ ഒരു കക്ഷിയായി വന്നിട്ടുള്ളത് 6 ഒക്കേഷൻസിലാണ്, 6 തവണയാണ്. അതിൽ 4 തവണയും പാകിസ്ഥാനെതിരെയുള്ള കേസാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഓഫ് പാസേജ് ഓവർ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നതാണ്. ഇറ്റ് വാസ് പോർച്ചുഗൽ ആൻഡ് ഇന്ത്യ, അതായിരുന്നു കേസ്. ആൻഡ് വേറൊന്ന് അപ്പീൽ റിലേറ്റിംഗ് ടു ജസ്റ്റിഫിക്കേഷൻ ഓഫ് ICAO കൗൺസിൽ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാനാണ്. പിന്നെ ട്രയൽ ഓഫ് പാകിസ്ഥാനി പ്രിസണേഴ്സ് ഓഫ് വാർ, അതും ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പിന്നെ ഏരിയൽ ഇൻസിഡന്റ് ഓഫ് 10th August 1999 പാകിസ്ഥാൻ ഇന്ത്യയാണ്. ഒബ്ലിഗേഷൻസ് കൺസേണിങ് നെഗോസിയേഷൻ, അത് വരുന്നത് മാർഷൽ ഐലൻഡ്സ് ആൻഡ് ഇന്ത്യയാണ്. അപ്പൊ ഇത് പലപ്പോഴും ഡിസ്പ്യൂട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ നിയമങ്ങൾക്ക് എന്താവുന്നു, ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ്, ഡിപ്ലോമാറ്റിക് ലോ പോലെ. അപ്പൊ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ വി ക്യാൻ സ്യൂ ഇൻ ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഇപ്പൊ അതാണ് ഇപ്പൊ കറന്റ്ലി ഇത് ന്യൂസിലുള്ളതിന് കാരണം. ഇസ്രായേൽ ഈസ് ഇൻ ന്യൂസ്. ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും, അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോ ഇതിൽ ഈ ഒരു കോണ്ടെക്സ്റ്റില് കേസ് വന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ICJയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ ഏരിയ ആണ് നമാമി ഗംഗ എന്ന് പറയുന്ന ഒരു ആണ്. അപ്പൊ ഈ നമാമി ഗംഗ എന്ന് പറയുന്നത് ഗംഗ ക്ലീനിങ് പ്രൊജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പറയുമ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റിവർ എന്ന് പറയാവുന്നതാണ് ഗംഗ. സോ ഈ ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന, ഏത് സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞാലും മതി. ഇപ്പൊ ഏത് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്നാണോ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണോ, സോ ഫ്രം വെയർ ദ ഗംഗ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഗംഗ അങ്ങനെ തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗംഗയുടെ പേരെന്താണ്, ഇതൊക്കെ ഇത് എന്താണ് അതിന്റെ കോൺസെപ്റ്റ്? ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? ഓക്കെ, എവിടെ നിന്നാണ്? ഗ്രിഗറി കേൾക്കുന്നില്ലേ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. ആ,
എനി ഐഡിയ? ഗംഗ ഒറിജിനേറ്റ്സ് ഫ്രം, അതായത് കറക്റ്റ് പോയിന്റ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രം വിച്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ വിച്ച് കൺട്രി, ഏത് ഭാഗത്തു നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഐഡിയ? യുപിന്നാണോ സർ? യു പി. ആക്ച്വലി യു പിയിൽ എന്ന് പറയാം. ഇപ്പൊ യു പി അല്ല, അതായത് യു പിയുടെ പാർട്ട് ആയിരുന്നു മുൻപ്. ഇപ്പൊ അത് വേറെ സ്റ്റേറ്റാ. യു പിയിൽ നിന്ന് ഫോം ചെയ്ത വേറെ സ്റ്റേറ്റ് ആണത്. ബിക്കോസ് യു പി ഒരു വലിയ സ്റ്റേറ്റ് ആണ്, ഇപ്പോഴും വലിയ സ്റ്റേറ്റ് തന്നെയാണ്. യു പിയുടെ ഒരു പാർട്ട് ആയിരുന്നത് 2000 വേറൊരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തു. ബിക്കോസ് ആ ഒരു റീജിയൻ കൂടി ഒരു ഹില്ലി നിരകളൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്, ഒരു പ്ലെയിൻ ലാൻഡാ. അപ്പോ ഈ ഒരു പ്ലേസ് ഇത്തിരി ഉയർന്നു നിൽക്കുന്ന കാരണം വേറെ സ്റ്റേറ്റ് ആക്കി. ഏതാണ് സ്റ്റേറ്റ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ തൊട്ട് താഴെയാണ് വേറെ സ്റ്റേറ്റ്. ഹിമാചലിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ സ്റ്റേറ്റ് ആണ്. യു വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു എന്നുള്ള സ്പെല്ലിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഉത്തരാഖണ്ഡാണോ? ഉത്തരാഖണ്ഡ്. യെസ്, ഉത്തരാഖണ്ഡ്. യെസ്. സോ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിന്റെ ആദ്യത്തെ പേര് ഉത്തരാഞ്ചൽ എന്നായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റീനെയിംഡ് ആസ് ഉത്തരാഖണ്ഡ്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്. 2000 അത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗ ഫോം ചെയ്യുന്നത്. സോ ഗംഗ ഫോം ചെയ്യുന്നത് ഒരു ഗ്ലേസിയർ ഉണ്ട്. അപ്പോ അത് അവിടെ നിന്നാണ്, അതായത് ഗംഗയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു മല നിരകളിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് മഞ്ഞ് മലയാണ്. ഇറ്റ്സ് എ ഗ്ലേസിയർ. അപ്പോൾ ആ ഗ്ലേസിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒഴുകുന്നു. അപ്പോൾ ആ സമയത്ത് അതിന്റെ പേര് ഗംഗ എന്നല്ല, ഇറ്റ് ഇൻ അനദർ നെയിം. ഓക്കെ, അത് വേറൊരു പേരിലാണ്, ഭാഗീരഥി എന്ന പേരിലാണ് ഒറിജിൻ ചെയ്യുന്നത്. ദെൻ ഈ ഭാഗീരഥി ഒഴുകി കുറെ ദൂരം സഞ്ചരിക്കുന്നു. ആൻഡ് അത് വേറൊരു സ്ഥലത്ത് നിന്ന് ഒഴുകി പോകുന്നതിനിടയിൽ ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അളകനന്ദ എന്ന് പറയുന്ന റിവറുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫോം ദ റിവർ ഗംഗ. അവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കാം, ഗംഗ ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ദേവപ്രയാഗ് ഇൻ ഉത്തരാഖണ്ഡ്. ആൻഡ് അത് ഫോം ചെയ്യുന്നത് ആദ്യത്തെ പേര് ഭാഗീരഥി, ആൻഡ് ഭാഗീരഥി പ്ലസ് അളകനന്ദ നോൺ ആസ് ഗംഗ. അപ്പോൾ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗംഗ ഒരു അത് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യയുടെ കൾച്ചറലി, സോഷ്യലി, ഇക്കണോമിക്കലി എല്ലാ രീതിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ്. കാരണം അതിന്റെ തീരങ്ങളിൽ ഇറ്റ്സ് അബൌട്ട് 20 lakhs to 50 lakhs അത്രയും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് നഗരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ബോഡിയാണ്. ഇങ്ങനെയെല്ലാം ഗംഗ വരുന്നുണ്ട്. അപ്പോൾ ഈ നമാമി ഗംഗ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പ്രത്യേകത, the Union government has pumped almost 40,000 crore into the flagship program of Namami Ganga since 2014. So ഇവിടെ പ്രത്യേകത, several concerns including dysfunctional sewage treatment plants and bad governance abound. അതായത് ഇന്ത്യയിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പദ്ധതികളുടെ കുറവല്ല എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ വാക്കുകളും. അതായത് ഇന്ത്യയിൽ ഏത് ഗവൺമെന്റുകളായാലും പല കാലഘട്ടങ്ങളിലും പലപ്പോഴും പല സമയങ്ങളിൽ ഇപ്പോഴും ഒക്കെ ഒരുപാട് ഫണ്ട് ചെയ്യുന്നുണ്ട് പല പദ്ധതികൾക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട്സിലേക്ക് എത്താത്തതിന് കാരണം അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുന്ന പ്രശ്നമായിരിക്കില്ല. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ കോൺസെപ്റ്റിലുള്ള ഏറ്റവും വലിയ പോരായ്മ. നോക്കിയാൽ അറിയാം, നമ്മളിപ്പോ മറ്റുള്ള രാജ്യങ്ങളിൽ, യൂറോപ്പിലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പറയും. അപ്പൊ അതിന് കാരണം അവരത് ഒരു തവണ ഉണ്ടാക്കി എന്നുള്ളത് they are following it and they are maintaining it. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. മെയിൻ്റെനൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിനുകൾ ഇറങ്ങി. സോ വന്ദേ ഭാരത് ആക്ച്വലി ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എഫിഷ്യന്റ് ഓറിയന്റഡ് ട്രെയിനുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്.
അതുപോലെ തന്നെ സെക്യൂരിറ്റി എനേബിൾഡ് ആയിട്ട്. ഓക്കെ, വളരെയധികം ചെലവ് കൂടുതലുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ച് അത്ര ചീപ്പായിട്ടുള്ള യാത്രയല്ല, വളരെ എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി അഷൂറൻസ് എന്നുള്ള കോൺസെപ്റ്റും കുറയ്ക്കുക, സെക്യൂരിറ്റി ഫീച്ചറുകൾ കൂട്ടുക. കാരണം ഓട്ടോമാറ്റിക് ഡോർ പോലെയുള്ള സംഭവങ്ങൾ വരുന്നത് സെക്യൂരിറ്റി ഫീച്ചർ ആണ്. പിന്നെ ആന്റി കൊളീഷൻ സിസ്റ്റം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. കുറെ കാര്യങ്ങൾ ഇഷ്യൂ ഓഫ് മെയിൻ്റനൻസ്, അതായത് ഇത്ര നല്ല ട്രെയിനാണ് പോലും നമ്മൾ സ്ഥിരമെങ്കിൽ ട്രെയിൻ ഇത്തരത്തിലുള്ള ഒരു ഇത്തരം പ്രൊജക്ടുകളെ എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗവൺമെന്റിന് മാത്രം ഒരു ഗവൺമെന്റിന്റെ ഡ്യൂട്ടി അല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് സൊസൈറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എവരി വൺസ് ഡ്യൂട്ടി എന്ന് പറയാം. അത് കുറവുണ്ടാകുമ്പോൾ സംഭവിക്കും, പല പദ്ധതികളും നിന്ന് പോകുന്ന ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമാമി ഗംഗ പ്രൊജക്ടിന്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന വേർഡിംഗിൽ നിന്നാണ് പറയാൻ കാരണം മിസ് ഫങ്ഷണൽ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ആൻഡ് ബേർഡ് ഗവേണൻസ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് അതിനുവേണ്ടി 40,000 crore rupees ഇതിലേക്ക് വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഫ്രം 2014 ഓൺവേർഡ്സ്. ഓക്കെ, ദെൻ അപ്പോൾ ഗംഗയെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്. നമാമി ഗംഗ പ്രൊജക്ട് ജൽശക്തി, അതായത് 2014 നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്ന് പറയുന്ന ഒരു സ്കീമിന്റെ അണ്ടറിൽ, ഒരു പദ്ധതിയുടെ അണ്ടറിലാണത്. അത് മിനിസ്ട്രി ഓഫ് ജൽശക്തി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സ് ആണ് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് മെയിൻ പില്ലേഴ്സ് ഓഫ് നമാമി ഗംഗ: സ്യൂവേജ് ട്രീറ്റ്മെന്റ്, റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ്, റിവർ സർഫേസ് ക്ലീനിങ്, ബയോഡൈവേഴ്സിറ്റി, എഫോറസ്റ്റേഷൻ, പബ്ലിക് അവയർനെസ്, ഇൻഡസ്ട്രിയൽ അഫയേഴ്സ് മോണിറ്ററിങ്, ഇതൊക്കെ വരും. സോ ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. ഇതിൽ നോക്കിയാൽ കാണാം ഇതിലെ ഓരോ പദ്ധതികളും ഓരോ കാര്യങ്ങളും. അതുപോലെ ഗംഗാ ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക് ആണ്, ഒരിക്കലും ഗവൺമെന്റ് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇതിന് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോരുത്തർക്കും അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഗംഗയുടെ കേസിലൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ്. മിക്കവാറും ഏത് നദിയുടെ കേസിലെടുത്താലും അറിയാം, അതിലേക്ക് വരുന്ന വേസ്റ്റുകൾ, ഒരുപാട് വേസ്റ്റ് കൊണ്ടു ചെന്നിടുന്നതുണ്ട്. പിന്നെ ഗംഗയിലൊക്കെ ആണെങ്കിൽ വരുന്ന ഇഷ്യൂ, അതിൽ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ഗംഗ പല സ്ഥലങ്ങളിലും എന്തുണ്ട്, പൊല്യൂട്ടഡ് ആവുന്നത് ഡെഡ് ബോഡികളാണ്. ഓക്കെ, ഡെഡ് ബോഡികളോ അല്ലെങ്കിൽ മാല, ഇങ്ങനെയുള്ള കുറെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർഷിപ്പ്. സോ വർഷിപ്പിന്റെ ഭാഗമായിട്ട് പല സാധനങ്ങളും എന്ത് ചെയ്യുന്നു, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കൂടുതൽ എന്തായി മാറുന്നു, പൊല്യൂട്ടഡായി മാറുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് വിൽ കം ഫസ്റ്റ് അദാനി ഗ്രൂപ്പ് കമ്പനി ടു ബി included in the Sensex at the Bombay Stock Exchange, replacing Wipro on June 24 എന്ന് എഴുതിയിട്ടുണ്ട്. ജൂണിലെ ഒരു ന്യൂസ് ആണത്. അപ്പൊ ഇത് പറയുമ്പോൾ ഈ സെൻസെക്സ് എന്ന് പറയുന്നതും നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മളിത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് നടത്തുന്ന സമയത്തെ ഒരു ഇൻഡെക്സ്, അതിന്റെ പേരാണ് സെൻസെക്സ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് എഴുതും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസെക്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ്. സോ അത് ഒരു ദീപക് മൊഹാനി എന്ന് പറയുന്ന ഒരാളാണ് ആ പേരൊക്കെ കൊണ്ടുവന്നത്. സോ ഇത് ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മളിപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയാം, അതായത് അമേരിക്ക പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എത്രത്തോളം വളരുന്നുണ്ടോ അത് ഇക്കോണമിയുടെ വളർച്ച കൂടിയാണ്. അതായത് രാജ്യത്തിന്റെ വളർച്ച നോക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ചയും നോക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് നോക്കിയാലും കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അദാനി പവർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ്. അദാനിയുടെ പവർ അല്ല, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വിൽ ബിക്കം ദ ഫസ്റ്റ് അദാനി ഗ്രൂപ്പ് കമ്പനി ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെൻസെക്സ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അദാനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അദാനിയുടെ പേരിൽ പോർട്ടുകളുണ്ട്. ആൻഡ് അദാനി മെയിൻലി ഗൗതം അദാനി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ അദാനി ഗ്രൂപ്പിനെ കുറിച്ച് പലപ്പോഴും ചർച്ചകളുണ്ട്. അദാനി അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്.
ആൻഡ് ദ ബിസിനസ് കമ്മിങ് ഫ്രം അദാനിയുടെ പ്രത്യേകത പോർട്ട്, എയർപോർട്ട് ആൻഡ് ഇപ്പോ അടുത്ത കാലത്തെ എയർപോർട്ടുകളിലേക്ക് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നത്. അതുപോലെ അദാനി ഗ്രൂപ്പ് കേരളത്തിൽ ചെയ്ത അദാനി പദ്ധതി, അദാനിയുടെ കീഴിലുള്ള ഒരു പദ്ധതി കേരളത്തിൽ. യെസ്, എനിവൺ? ഏതാണ് അദാനി ഗ്രൂപ്പ് നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഏതാണ് സൂരജ്? ഏതാണ് സൂരജ്? നമ്മുടെ പോർട്ടല്ലേ മറ്റേ തിരുവനന്തപുരത്തുള്ള? ഒന്നുകൂടി പറയാം, ക്ലിയർ ആയില്ല. തുറമുഖം ഏത് തുറമുഖമാണ്? ഏതാണ്? തിരുവനന്തപുരത്തുള്ള നമ്മുടെ യെസ്, തിരുവനന്തപുരത്തുള്ള. ഓക്കെ, യെസ്. അതെ. അപ്പോ ഏതാണ് എനിവൺ ക്യാൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിലും? യെസ്, രശ്മി. രശ്മി ഏതാണ് പോർട്ട് വരുന്നത്? ഒഡിബിൾ അല്ലേ രശ്മി? സാർ വിഴിഞ്ഞം. യെസ്, ഓക്കെ. വിഴിഞ്ഞം പോർട്ട്, യെസ്, കറക്റ്റ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടാണ്, വിഴിഞ്ഞം ട്രിവാൻഡ്രം ആണ്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇറ്റ്സ് കൺസ്ട്രക്ടിങ്, അതായത് അതിന്റെ പ്രത്യേകത അതിന് VGF എന്നൊക്കെ പറയുന്ന കുറെ ടേമുകളുണ്ട്. സോ അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് കമ്പനികൾ ഒരു പോർട്ട് പണിയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം പൂർണ്ണമായും പ്രൈവറ്റിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതല്ല. ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമിയാണ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യമുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പദ്ധതികളിലൂടെ എന്ത് ചെയ്യുക, പ്രൈവറ്റ് കമ്പനികളെ ഒരു ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും എന്നാൽ അവർക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നൊരു മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് പ്രോജക്റ്റുകൾ, അതായത് ഇപ്പോൾ പോർട്ട് എന്ന് പറയുമ്പോൾ പോർട്ടിന് ആദ്യമായിട്ട് ഡ്രഡ്ജിങ് ഉണ്ട്, അതായത് വളരെയധികം ആഴം കൂട്ടണം. അപ്പോൾ ആദ്യം കമ്പനിയുടെ ജോലി എന്ന് പറയുന്നത് നേരിട്ട് തന്നെ ഒരു പോർട്ട് പണിയിലല്ല, കപ്പലുകൾ വരുന്നതിനും വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെല്ലാം വേണ്ടി ആദ്യം ഡ്രഡ്ജിങ് നടത്തും. വളരെ ആഴത്തിൽ കുഴിച്ച് അതായത് കടലിൽ തന്നെ ആഴം കൂട്ടുക എന്നുള്ള പ്രക്രിയയാണ്. സോ അതിലൂടെ ആഴം കൂട്ടുമ്പോൾ കുറെ വേസ്റ്റ് ഒക്കെ കിട്ടും, മണ്ണും മണലും ചെളിയൊക്കെ കിട്ടും. അതൊക്കെ അവർ വിൽക്കും. ഇതൊക്കെ എന്താണ് വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ അവർ വിൽക്കുകയൊക്കെ ചെയ്യും. സോ അവിടെ ആഴം കൂട്ടുന്നതിനനുസരിച്ച് അവർ പിന്നീട് താഴെ തൊട്ട് എന്ത് ചെയ്യും, ഒരു ബേസ്മെന്റ് പോലെ പണിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ കല്ലിട്ട് അങ്ങനെയൊക്കെയാണ് പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബേസ്മെന്റ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങിയാൽ അതിന് അതിനുള്ള കാശ് തുടക്കത്തിൽ ആര് തന്നെ എടുക്കണം, കമ്പനി എടുക്കണം. അപ്പൊ അത് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഗവൺമെന്റ് അത് ചെയ്യും. ഗവൺമെന്റ് ഇതിന് അപ്രൂവൽ കിട്ടണം. അതായത് ഗവൺമെന്റ് ഇത് കണ്ട് ബോധ്യപ്പെടണം. അതായത് വെറുതെ കമ്പനി പറഞ്ഞ പോരാ, ഞങ്ങൾ ചെയ്തോളാം, കാശ് തന്നാൽ മതി, അങ്ങനെ പറയാൻ. ആദ്യം പ്രൈവറ്റ് കമ്പനി ആരാണോ അവര് അതിനാവശ്യമായ തുകയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കണം. എന്നിട്ട് ആ പദ്ധതിയുടെ ബേസിക് സ്ട്രക്ചർ നമ്മൾ വീട് പണിയുക എന്നുള്ള പോലെയൊക്കെയാണ്. അതായത് സാധാരണ വീട് പണിയുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ വീട് പണിത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അറിയാം. സോ വീട് പണിയുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു വീട് പണിയുന്ന ലോൺ മൊത്തത്തിൽ സാങ്ഷൻ ചെയ്യില്ല. സോ പലർക്കും പേഴ്സണൽ ലോണുകളിൽ ചിലപ്പോൾ സാങ്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സാങ്ഷൻ. അപ്പോൾ ദെൻ നിങ്ങൾ ഇത്ര നാളിനുള്ളിൽ തറ പണിതു അത് റീപേ ചെയ്ത് തുടങ്ങുന്നു എന്ന് കണ്ടാൽ അടുത്ത ഫണ്ട് തരും. അങ്ങനെയാണ്. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഇത് പറയാൻ കാരണം അദാനി കമ്പനിയെ കുറിച്ചാണ്. അദാനി കമ്പനി നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന ഒന്നാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ്. സോ ഇന്ത്യയിലെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നവരാണ് അദാനി ഗ്രൂപ്പ്. ആൻഡ് ഇന്ത്യയിൽ മാത്രമല്ല, പുറത്ത് ഓസ്ട്രേലിയ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ആൻഡ് ഇവിടെ നമുക്ക് സെൻസെക്സിന്റെ കോൺസെപ്റ്റിൽ നോക്കാം. സോ മോസ്റ്റ് ഓഫ് ദ ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലേസ് ഓൺ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ ആൻഡ് NSE. അപ്പോൾ
അത് അറിയുന്നതാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും NSE-യിലുമാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, NSE ആണ്. സോ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ബോംബെയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ സെൻസെക്സ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ടൂളാണ്, നമ്മൾ അളക്കുന്ന ഒരു ടൂളാണ്. അതിനെ ഇൻഡെക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ദെൻ എന്താണ് ഈ നിഫ്റ്റിയും സെൻസെക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൗ ദ നിഫ്റ്റി ഡിഫറെന്റ് ഫ്രം സെൻസെക്സ്. അപ്പൊ അതായത് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിഫ്റ്റി 50 എന്നും സെൻസെക്സ് എന്ന് പറയുന്നത് 30, അതായത് 30 ആണ്. അതായത് 50 കമ്പനികളുടെ ഷെയറുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിഫ്റ്റിയിലെ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ആൻഡ് സെൻസെക്സ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ ഇവിടെ അതായത് അതിനർത്ഥം അത്ര ഷെയറേ ഉള്ളൂ എന്നല്ല, അത്ര ഷെയറുകളുടെ വാല്യൂ ആണ് ഒരു ഇൻഡെക്സ് ചെയ്യപ്പെടുന്നത്. ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്ര ഏറ്റവും വാല്യുബിൾ ആയ നല്ല കമ്പനികളുടെ ഷെയറിന്റെ വില കൂടുതൽ കുറവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അത് നിഫ്റ്റിയിലാണ് 50 എണ്ണത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെൻസസിലാണെങ്കിൽ ഇത് 30. ഓക്കെ,